എല്ലാവർക്കും ഈസി മാത്സ് ബൈ ഷോപ്പിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്ന മാത്ത് ഒളിമ്പിയാഡിന് ചോദിച്ച ഒരു ക്വസ്റ്റൻ എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ്. ക്വസ്റ്റൻ ഇതാണ്: ഇഫ് എക്സ് പ്ലസ് വൈ ഇസിക്കൽ ടു 3 ആൻഡ് എക്സ് വൈ ഇസിക്കൽ ടു 5 ദെൻ എക്സ് റൈസ് ടു 5 പ്ലസ് വൈ റൈസ് ടു 5 എന്നുള്ളത് കണ്ടുപിടിക്കണം. നമുക്കിതെങ്ങനെ സോൾവ് ചെയ്യാം? നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ, എക്സ് പ്ലസ് വൈ ദ ഹോൾ ക്യൂബ്, എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ്, എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ്, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ല, ഇതെല്ലാം കണക്ട് ചെയ്തുള്ള ഫോർമുല നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. പക്ഷേ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കുന്നതാണ് എക്സ് റൈസ് ടു 5 പ്ലസ് വൈ റൈസ് ടു 5 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അതിലേക്ക് വരാം? അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ്. കാരണം ഇവിടെ എക്സ്പൊണൻ്റ് ക്യൂബ് ഉണ്ട്, ഇവിടെ സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സ് റൈസ് ടു 5ലേക്കും വൈ റൈസ് ടു 5ലേക്കും എത്താം അല്ലേ. അപ്പോൾ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, നമുക്ക് എത്ര കിട്ടും നോക്കാം. അപ്പം നോക്കിയാൽ എക്സ് സ്ക്വയറും എക്സ് ക്യൂബും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ് എടുക്കുന്നു പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ക്യൂബ്. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പം എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ക്യൂബ് പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു വൈ ക്യൂബ്, വൈ സ്ക്വയർ ഇൻറ്റു വൈ ക്യൂബ്. നമുക്കറിയാം ഇതിയുടെ ബേസ് സെയിം ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാതെ എക്സ്പൊണൻഷ്യൽ തമ്മിൽ ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇത് എത്ര വരും? എക്സ് റൈസ് ടു 5 എന്ന് വരും പ്ലസ് ഇത് എക്സ് സ്ക്വയർ വൈ ക്യൂബ് എന്ന് വന്നു പ്ലസ് ഇവിടെ വൈ സ്ക്വയർ എക്സ് ക്യൂബാണ്. അപ്പോൾ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് എക്സിൻ്റെ ടൈം ആദ്യം എഴുതുകയാണ്. അപ്പോൾ നമുക്ക് എക്സ് ക്യൂബ് വൈ സ്ക്വയർ പ്ലസ് ഇവിടെ ബേസ് സെയിം ആണ്. അപ്പോൾ ഇത് നമുക്ക് വൈ റൈസ് ടു 5 എന്ന് എഴുതാം. ഇനി നമുക്കിവിടെ എക്സ് റൈസ് ടു 5 പ്ലസ് ഈ വൈ റൈസ് ടു 5 ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്, സെക്കൻഡിലേക്ക് എഴുതണം. അപ്പോൾ എക്സ് റൈസ് ടു 5 പ്ലസ് വൈ റൈസ് ടു 5 ലാസ്റ്റ് ടൈം നമ്മൾ സെക്കൻഡിലേക്ക് എഴുതി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് പ്ലസ്. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ എക്സ് സ്ക്വയർ വൈ ക്യൂബ് ഉണ്ട്, ഇവിടെ എക്സ് ക്യൂബ് വൈ ക്യൂബ് ഉണ്ട്. അപ്പോൾ വൈ ക്യൂബ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ, വൈ ക്യൂബ് എന്ന് പറയുന്നത് വൈ സ്ക്വയർ ഇൻറ്റു വൈ ആണ്, എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ കോമൺ ആയിട്ട് എടുക്കാം. വൈ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് ഈ രണ്ട് ടൈമിലുണ്ട്. അത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വെച്ച് നമ്മളത് കോമൺ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ പിന്നെ ബാക്കിയുള്ള എന്താണ്? വൈ ആണ് അല്ലേ. ഇവിടെ പിന്നെ ബാക്കിയുള്ള എന്താണ്? എക്സ് ആണ്. അപ്പോൾ വൈ പ്ലസ് എക്സ് അല്ലേ, ഇങ്ങനെ എഴുതി. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, എക്സ് റൈസ് ടു 5 പ്ലസ് വൈ റൈസ് ടു 5 പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. കാരണം നമുക്കറിയാം എക്സ്പൊണൻറ്റിൻ്റെ പ്രോപ്പർട്ടി വെച്ച് എ സ്ക്വയർ ബി സ്ക്വയർ എന്ന് പറയുന്നത് എ ബി ദ ഹോൾ സ്ക്വയറിന് സെയിം ആണ്. ഈ വൈ പ്ലസ് എക്സ് എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. കാരണം അവർ നമുക്ക് തന്നിരിക്കുന്ന എക്സ് പ്ലസ് വൈ ആണ്, നമുക്ക് തന്നിരിക്കുന്ന എക്സ് വൈ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ എഴുതുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ എഴുതാം? എക്സ് റൈസ് ടു 5 പ്ലസ് വൈ റൈസ് ടു 5 പ്ലസ് എക്സ് വൈ എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ് അല്ലേ. അപ്പോൾ 5 സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ഇതിൻ്റെ വാല്യൂ എത്ര കിട്ടും? എക്സ് റൈസ് ടു 5 പ്ലസ് വൈ റൈസ് ടു 5 പ്ലസ് 5 സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. 25 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 75 എന്ന് കിട്ടും അല്ലേ. 75. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ എന്താണ് കിട്ടിയിരിക്കുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? എക്സ് റൈസ് ടു 5 പ്ലസ് വൈ റൈസ് ടു 5 പ്ലസ് 75 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ 1 എന്ന് കൊടുക്കുക, ഇതിനെ 1 എന്നുള്ള രീതിയിൽ കൊടുക്കുക. കാരണം ഇവിടുന്ന് ഇനി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷനായി. നമുക്കിവിടെ എന്താണ് അവർ തന്നിരിക്കുന്നത്? എക്സ് പ്ലസ് വൈ ഇസിക്കൽ ടു 3 എന്ന് അവർ തന്നിട്ടുണ്ട് അല്ലേ. എക്സ് പ്ലസ് വൈ ഇസിക്കൽ ടു 3 എന്നുള്ളത് തന്നിട്ടുണ്ട്, ഇതൊരു തന്നിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഇക്വേഷൻ്റെ നമ്മൾ സ്ക്വയർ ചെയ്യുകയാണ്. അപ്പോൾ എന്താണ്? ലെഫ്റ്റ് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ റൈറ്റ് സൈഡ് സ്ക്വയർ ചെയ്യണം അല്ലേ. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ എത്ര കിട്ടും? 3 സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. ഇനി നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy ഇസ് ഈക്വൽ ടു 9 എന്ന് കിട്ടും. ഇനി നല്ല ചോദിക്കേ, അവർ എക്സ് വൈ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 5 ആണ് അല്ലേ. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടി. അപ്പം നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 10 ഈസ് ഈക്വൽ ടു 9. അപ്പം നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 മൈനസ് 10, അതിൻ്റെ വാല്യൂ എത്രയാണ്? -1. ഇതുപോലെ തന്നെ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡ് നമ്മൾ ക്യൂബ് ചെയ്യുക, ക്യൂബ് എടുക്കുക. അപ്പോൾ എക്സ് പ്ലസ് വൈ ദ ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു 3 ക്യൂബ് എന്ന് വരും അല്ലേ. ഇനി ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം നമുക്കറിയാം. എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് 3xy ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 27 എന്ന് കിട്ടും. ഇനി നമുക്ക് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് 3 into xy എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത് 5 ആണ് അല്ലേ
എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. 3 ഈസ് ഈക്വൽ ടു 27 എന്ന് കിട്ടി. അപ്പം എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് ഇത് എത്രയാണ്? 45 എന്ന് വരും അല്ലേ? ഈക്വൽ ടു 27 എന്ന് കിട്ടി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 27 മൈനസ് 45 എത്രയാണ്? -18. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, നമുക്ക് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബായി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയി. ഇതിൻ്റെ അകത്തല്ല ഇനി ഇപ്പോൾ ഈ ഇക്വേഷനിൽ ഇത് മാത്രം കണ്ടുപിടിച്ചാൽ മതി അല്ലേ? അപ്പോൾ വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? -1. അപ്പം -1 ഇൻറ്റു സബ്സ്റ്റിറ്റ്യൂട്ടിങ് വാല്യൂ ഇൻ 1. അപ്പം -1 ഇൻറ്റു -18 ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 5 പ്ലസ് വൈ റൈസ് ടു 5 പ്ലസ് 75 എന്ന് കിട്ടും. ഇനി ആലോചിക്കാം, -1ഉം -18 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയട്ടെ? 18 ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 5 പ്ലസ് വൈ റൈസ് ടു 5 പ്ലസ് 75 എന്ന് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് റൈസ് ടു 5 പ്ലസ് വൈ റൈസ് ടു 5 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 75 മൈനസ് 18 എന്ന് കിട്ടും. അതിൻ്റെ 18 മൈനസ് 75, കാരണം ഇവിടെ ആണല്ലോ ഇത് റൈറ്റ് സൈഡിലേക്ക് ഉണ്ട്. അപ്പോൾ 18 മൈനസ് 75 അപ്പോൾ നമുക്ക് എത്ര കിട്ടും? -57 കിട്ടും. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,